ജേസൺ, വ്യക്തി അധിക്ഷേപത്തിൽ നർത്തകി സത്യഭാമയ്ക്കെതിരെ RLV രാമകൃഷ്ണൻ പോലീസിന് ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. ചാലക്കുടി ഡിവൈഎസ്പിക്ക് പരാതി കൈമാറിയിരിക്കുന്നു. വഞ്ചിയൂർ പോലീസിന് ചാലക്കുടി പോലീസ് ഈ പരാതി കൈമാറുമോ? എന്താണ് ഈ പരാതി സംബന്ധിച്ച് നമുക്കിപ്പോൾ വ്യക്തമാകുന്ന കാര്യങ്ങൾ? സത്യഭാമ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പേരൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. ആ വാദങ്ങളൊക്കെ നിലനിൽക്കുമോ? RLV രാമകൃഷ്ണൻ ഇന്നലെ രാവിലെയാണ് ചാലക്കുടി പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഒരു യൂട്യൂബ് ചാനലിൽ വന്ന അഭിമുഖവുമായി ബന്ധപ്പെട്ടാണ് RLV രാമകൃഷ്ണൻ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ആ യൂട്യൂബ് ചാനലിൽ ലിങ്കും അതുപോലെ തന്നെ വിവിധ കാര്യങ്ങൾ പിന്നീട് സത്യഭാമ നടത്തിയ പരാമർശങ്ങൾ ഉൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. SC/ST അട്രോസിറ്റി ആക്ട് ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച പരാതി ചാലക്കുടി പോലീസിനാണ് നൽകിയതെങ്കിലും ഒരുപക്ഷെ അത് വഞ്ചിയൂരാണ് ഇന്റർവ്യൂ നടന്നതെന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ട് കൈമാറാനുള്ള ആലോചന കൂടി ചാലക്കുടി പോലീസിനോട്. സംബന്ധിച്ച നിയമപരമായ വശങ്ങൾ കൂടി ഇപ്പോൾ നിയമോപദേശം തേടിയിരിക്കുകയാണ് ചാലക്കുടി പോലീസ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംബന്ധിച്ച വിവാദം തുടർന്നു വരികയായിരുന്നു. സത്യഭാമ ത്തേക്ക് ഒരു മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ കൂടുതൽ രൂക്ഷമായ രീതിയിൽ പ്രതികരണം ഉണ്ടായിരുന്നു. സത്യഭാമ ഇപ്പോഴും വാദിക്കുന്നത് RLV രാമകൃഷ്ണൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് പ്രധാനമായും RLV രാമകൃഷ്ണൻ ചാലക്കുടി പോലീസിന് ഇന്നലെ രാവിലെ പരാതി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് മാറ്റണമെന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഇത് സംബന്ധിച്ച് നിയമോപദേശം ലഭിച്ചതിന് ശേഷം മാത്രമേ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തൂ. സുജയ. ഓക്കെ, ജെയ്സൺ ചാമവളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.